കെയർ റൂട്ടീൻ എല്ലാം സെറ്റാഫിലിന്റെ പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. സൺസ്ക്രീൻ മാത്രമേ വേറൊരു പ്രോഡക്റ്റ് ഉള്ളൂ, അതായത് വേറെ ബ്രാൻഡിന്റെ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റാഫിലിന്റെ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിന്റെ ഫേസ് വാഷ് ആണ്. ഇതാണ് സെറ്റാഫിലിന്റെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് ഫേസ് വാഷ്. ഇത് ഞാൻ ഇതിന്റെ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 2 തരത്തിലുള്ള ഫേസ് വാഷ് ആയിട്ടാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സോപ്പി ഫോമിലും വേറൊന്നും ക്ലെൻസർ ആയിട്ടുള്ള ഫോമിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മളെ കയ്യിലുള്ളത് സോപ്പി ടെക്സ്ചർ ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ അതിന്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു ടെക്സ്ചറാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ല ഫോം ആയിട്ട് നമുക്ക് കിട്ടും, അതായത് നല്ല പതയായിട്ട്. ഒരു ചെറിയ ഇത്രയും എമൗണ്ട് ശരിക്കും വേണ്ട, ചെറിയൊരു എമൗണ്ട് മാത്രം എടുത്താൽ മതി. നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് ഇതൊരു ഫോമി ടെക്സ്ചർ ആവും. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് നമുക്ക് നന്നായി ക്ലെൻസ് ചെയ്യാം. നമ്മൾ എപ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു നോസ് ഏരിയയിലും പിന്നെ നമ്മൾ ഈ ലിപ്സിന്റെ അറൗണ്ടും നമ്മൾ നന്നായിട്ട്, അതായത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എക്സ്ഫോളിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏതൊക്കെ രീതിയിൽ, അതായത് എങ്ങനെയൊക്കെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു ആ രീതിയിൽ നമ്മൾ അപ്വേർഡായിട്ട് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെന്റ്സും ഓരോ മസാജും നമ്മൾ ആ ഫേസ് വാഷിൽ അത്രയും ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്ത ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഡ്രൈ ആവുന്ന സമയത്ത് ഇതുപോലൊരു ഫോമിലാണ് വരുന്നത്, കണ്ടോ. അപ്പൊ ഇത് ഫേസിലും നെക്കിലും നമ്മൾ ഈ ഒരു നോസ് ഏരിയയിൽ എപ്പോഴും ഡേർട്ട്, അതായത് നമ്മൾ പൊല്യൂഷനൊക്കെ കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മളെ ഫേസിലോട്ടാണ് കൂടുതലായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു നോസ് ഏരിയ, പ്രത്യേകിച്ച് ഈ ഒരു എഡ്ജിൽ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്യണം. അതായത് നമ്മൾ നഖം വെച്ച് ഇതാക്കണം എന്നല്ല, നമ്മൾ ഈ ഒരു കണ്ടോ ഈ ഒരു മൂമെന്റിൽ ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നന്നായി റബ്ബ് ചെയ്ത് കൊടുക്കണം. ഫേസ് നന്നായി വാഷ് ചെയ്ത് കഴിഞ്ഞു, എന്നാലും ആ ഒരു ഫേസിന്റെ ആ ഒരു എന്താ പറയുക ടെക്സ്ചറിനോ ആ ഒരു നാച്ചുറൽ ഓയിൽ അതൊന്നും കളഞ്ഞിട്ടില്ല. കാരണം അത് നമുക്ക് ആ ഒരു പ്ലം ആയിട്ട് ഫീൽ ചെയ്യും. എപ്പോഴും പറയുന്ന പോലെ ഫേസിന് മാത്രമായിട്ട് നമ്മളൊരു ടവൽ എപ്പോഴും കരുതണം. കാരണം ഫേസിൽ എല്ലാ ഡേർട്ടും അടിഞ്ഞു കൂടുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് സെറ്റാഫിലിന്റെ തന്നെ ഈ ഒരു ടോണർ. ജസ്റ്റ് ഒരു 2 to 3 ഡ്രോപ്സ് ടോണർ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഫേസിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ജസ്റ്റ് ഫേസിലും നെക്കിലും ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ടോണർ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടോണറിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സീറം. അതും സെറ്റാഫിലിന്റെ തന്നെയാണ്. അപ്പൊ ഈ ഒരു സീറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിന് നമുക്ക് റേഡിയൻസ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെ സ്കിന്നിന് ആ ഒരു ഹൈഡ്രേറ്റിംഗ് എന്താ പറയുക, ആ ഒരു മോയ്സ്ചർ ലോക്ക് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാനും അത് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ഈവനിങ് ആയാലും ആ ഒരു സപ്പിൾനെസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പറയുന്നത് ബ്രൈറ്റ് റേഡിയൻസ് സിറം എന്നാണ്, അതായത് നമ്മളെ സ്കിന്നിനെ ഒന്നുകൂടി ബ്രൈറ്റ് ആക്കുമെന്നാണ്. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഹൈഡ്രേറ്റിംഗ് പവർ നന്നായിട്ടുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. സീറം അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഈ കണ്ണിൻ്റെ ഏരിയയിൽ ജസ്റ്റ് നമ്മൾ സീറം വല്ലാതെ അപ്ലൈ ചെയ്യാതെ ആഫ്റ്റർ ബൈ പ്രോഡക്റ്റ് ആയി വരുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സീറം അബ്സോർബ്ഡ് ആയതിനു ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് അത് ലോക്ക് ചെയ്യണം. അപ്പം ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, സാധാരണ ഞാൻ സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സെറ്റാഫിലിന്റെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസിന്റെ ക്രീമാണ്. അപ്പം ഇതിൽ SPF 15 ഉണ്ട്, അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ പോലെ ഇതിൻ്റെ കൂടെ നമ്മളൊരു സൺസ്ക്രീനും യൂസ് ചെയ്യണം. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ സ്കിന്നിന് റേഡിയൻസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് വെച്ചാൽ സീറം പോലെയല്ല, പക്ഷെ നമുക്കൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫീല് തരുന്നുണ്ട്. അതായത് ഒരുപാട് വെളുക്കും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് ടാൻ അടിച്ചിട്ടുള്ള നമ്മളതായിട്ടുള്ള ഒരു നാച്ചുറൽ കളർ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് നമുക്ക് സോഫ്റ്റ് ആൻഡ് സപ്പിൾനെസ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിനെ ത്രൂ ഔട്ട് ദ ഡേ മോയ്സ്ചർ ലോക്ക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിലും 3 ഫിംഗർ അപ്വേർഡ് ചെയ്യാം. 3 ഫിംഗർ ഒന്നും വേണമെന്നില്ല, പക്ഷെ നമ്മൾ എപ്പോഴും അപ്വേർഡ് മോഷനിൽ അത് ചെയ്യാൻ നോക്കാം.
സെറ്റാഫിലിന്റെ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ സെറ്റാഫിലിന്റെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ടോണർ യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ സീറം യൂസ് ചെയ്തു. അതിനുശേഷമായിട്ടാണ് നമ്മൾ സെറ്റാഫിലിന്റെ ഈ ഒരു ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസിന്റെ ക്രീം, ഡേ ക്രീം തേച്ചത്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്തത് സെറ്റാഫിലിന്റെ. അതല്ലാതെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് സൺഹീലിന്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീം, അതായത് സൺസ്ക്രീൻ. അപ്പം ഇതൊരു 50, ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നല്ല രീതിയിലുള്ള നമുക്ക് പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. അപ്പം 3 ഫിംഗർ റൂൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ 3 ഫിംഗർ റൂൾ അല്ലാതെ നമ്മൾ സൺസ്ക്രീൻ നല്ല രീതിയിൽ നമുക്കൊരു ഔട്ടർ ഇതുപോലെ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് വേണം നമ്മളെപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ. അതായത് UVA റേസ് നമ്മുടെ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്യാതിരിക്കാനുള്ള ആ ഒരു പ്രൊട്ടക്റ്റിംഗ് ലെയർ ആയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഓവർ മസാജിങ് കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് പോവാൻ മാത്രം ചെയ്താൽ മതി. കണ്ടോ, ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് പോവാൻ മാത്രം ചെയ്താൽ മതി. ബേസിക് ആയിട്ടുള്ള എൻ്റെ ആ ഒരു എന്താ പറയുക സ്കിൻ കെയർ റൂട്ടീൻ കഴിഞ്ഞു. പിന്നുള്ളത് ലിപ് ബാം ആണ്. അപ്പം ഞാൻ ബേസിക്കലി ലിപ് ബാം യൂസ് ചെയ്യുന്ന ലിപ് ബാം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ സെറ്റാഫിലിൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. അപ്പം ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ റിവ്യൂസും സ്കിൻ കെയർ വീഡിയോസും ആണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത്. അതുകൂടാതെ ലൈഫ് സ്റ്റൈൽ വ്ളോഗും ചെയ്യാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഈ തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തുകൊണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാനും ആ ഒരു മിസ്റ്റേക്ക് പിന്നെ ആവർത്തിക്കാതിരിക്കാനും പറ്റും. അപ്പം ഞാൻ ഈ വെച്ച ക്യാമറ ആംഗിളൊക്കെ എങ്ങനെയാണ് ഏതാണെന്ന് പോലും എനിക്ക് എത്രമാത്രം വിസിബിലിറ്റി ക്ലിയർ ആണോ എന്നറിയില്ല. പക്ഷെ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടാണ് വെച്ചത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. 2 വീഡിയോസും കൂടി ക്ലബ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് ക്ലിപ്പിൽ സെറ്റാഫിലിൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ നെക്സ്റ്റ് ക്ലിപ്പിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് സെറ്റാഫിലിൻ്റെ തന്നെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ആണ്. ഇത് എന്തുകൊണ്ടും നല്ലൊരു ഫേസ് വാഷ് ആണ്. കാരണം ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ജസ്റ്റ് പീർ സൈസ് എമൗണ്ട് മതി. അതായത് ചെറിയൊരു ഡ്രോപ്ലെറ്റ് മതി നമ്മളെ ഓൾ ഫേസും നെക്ക് ഏരിയയും ക്ലിയർ ആക്കാൻ. അപ്പോൾ ഈ ഒരു ട്യൂബ് നമുക്ക് ഓവറോൾ എങ്ങനെ പറഞ്ഞാലും ഒരു 2 മന്തിൽ കൂടുതൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 2 to 3 monthsന്റെ അടുത്ത് നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താലും അത് നല്ലൊരു പ്രോഡക്റ്റിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസിലുള്ള ആ ഒരു ഡേർട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക ആ ഒരു ഫേസിൻ്റെ ആ ഒരു സപ്പിൾനെസ്സും ആ ഒരു നാച്ചുറൽ ഓയിൽനെസ്സും പോവാതെ ഈ ഒരു ഫേസ് വാഷ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ടോണറാണ്. അതായത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോണറിൻ്റെ ഈ ഒരു ടോണറിൻ്റെ അതായത് ബേസിക്കലി നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് നമ്മളെ സ്കിന്നിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതായത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ചില ആളുകൾ നല്ല കെമിക്കലായിട്ടുള്ള ഫേസ് വാഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ ഫേസ് റബ്ബ് ചെയ്ത് നമ്മളെ ഫേസിനത് ഡിസ്റ്റർബൻസ് ആക്കും. ഇനി ഏതൊരു ഫേസ് വാഷ് ആണെങ്കിലും ഈവൻ കെമിക്കൽ കണ്ടന്റ് ഉള്ള ഫേസ് വാഷ് ആണെങ്കിലും ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് ആണെങ്കിലും നമ്മൾ ഏത് ഫേസ് വാഷ് യൂസ് ചെയ്താലും നമ്മൾ സ്കിന്നിൽ ഒരു pH ഇംബാലൻസ് വരും. അപ്പോൾ ആ ഒരു pH ഇംബാലൻസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും ഈ ഒരു സെറ്റാഫിലിൻ്റെ ടോണർ വളരെ മൈൽഡാണ്, ഇതിനൊരു സ്മെല്ലും ഇല്ല. പിന്നെ മാത്രമല്ല ഫ്രാഗ്രൻസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മളെ സ്കിന്നിന് എന്തുകൊണ്ടും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമല്ല എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമ്മുടെ ഈ നെറ്റിയുടെ സൈഡിലൊക്കെ ബേസിക്കലി ഈ ഒരു ഏരിയയിലൊക്കെ നമുക്കിങ്ങനെ ഒരു തരി പോലത്തെ ഒരു പിമ്പിൾസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു തരി പോലുള്ള കുരുക്കൾ വരും. അപ്പോൾ അതൊക്കെ ഒരു വിധത്തിലല്ല കംപ്ലീറ്റ് ആയിട്ടും ഒരു 90% കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനും ഈ ഒരു ടോണറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ടോണർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ സ്കിൻ കെയറിനെ കുറിച്ച് എല്ലാവരും ബോധേഡാണ്, അവെയറാണ്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീറം ആണ്. ഇതാണ് സെറ്റാഫിലിൻ്റെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസിൻ്റെ സീറം. അപ്പോൾ ഇത് നമ്മളെ ഫേസിന് ഒരുപാട് ബ്രൈറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് ബേസിക്കലി അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇതൊരു നല്ല ഫേസിൻ്റെ മോയ്സ്ചറൈസർ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം നമ്മളെ ഫേസിലുള്ള ആ ഒരു എന്താ പറയുക നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഹൈഡ്രേഷൻ
പിന്നെ ആ ഒരു മോയ്സ്ചർ ലോക്ക് പ്രൊട്ടക്ഷൻ അത് എന്തുകൊണ്ട് തരുന്നുണ്ട്, അത് ത്രൂ ഔട്ട് ദ ഡേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ രാവിലെ ഇത് അപ്ലൈ ചെയ്താലും ഈവനിങ് നൈറ്റ് ആയാലും നമ്മളെ ഫേസിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്ലം ഫീലിംഗ് ഈ ഒരു മോയ്സ്ചറൈസർ തരുന്നുണ്ട്. ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ബേസിക്കലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് സെറ്റാഫിലിന്റെ തന്നെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസിന്റെ ഡേ ക്രീം. ഇത് SPF 15 ആണ്. നമ്മളിപ്പോൾ വീടിന്റെ അകത്താണെങ്കിൽ എല്ലാവരും പറയും SPF 13 വേണമെന്ന്. പക്ഷേ SPF 13 വേണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രീം മാത്രം അപ്ലൈ ചെയ്താലും ഓക്കെ ആണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ സൺസ്ക്രീൻ, ഇപ്പം നമ്മൾ ഡേ ലൈറ്റ് ആണെങ്കിൽ കൂടി നമ്മളിപ്പോൾ ഇതേപോലെ വിൻഡോ ലൈറ്റിൽ എക്സ്പോഷർ ഒക്കെ കൊള്ളുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി ഒരു സൺ പ്രൊട്ടക്ഷൻ നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്താലും നിങ്ങൾ ഇതിൻ്റെ മേലെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്. ഇനി അടുത്ത കാര്യം പറയാനുള്ളത്, ഈ ഒരു ക്രീമിന്റെ കൂടെ ഏതെങ്കിലും സൺസ്ക്രീൻ, സെറ്റാഫിലിന്റെ സൺസ്ക്രീൻ ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ പേഴ്സണലി അതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു സൺഹീലിന്റെ സൺസ്ക്രീൻ. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം, ഇതൊരു മാറ്റ് ഫിനിഷ് ആണ്. അതായത് ബേസിക്കലി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നമ്മളെ ഫേസിൽ ഒരു അതായത് ഒരു കവറേജ് കൊടുക്കാനാണ്. UVA UVB റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും ആ ഒരു കവറേജിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പം എന്തുകൊണ്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ എന്തുകൊണ്ടും ബെനിഫിഷ്യൽ ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ എന്താ പറയുക, ആ ഒരു നമ്മളിപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ സൺസ്ക്രീൻ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 ഫിംഗർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു, ഇപ്പം നമ്മളിത് ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ 1ന്റെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതും, അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കവറപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഈ സൈഡിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് അത് സ്കിന്നിലോട്ട് പെനിട്രേറ്റഡ് ആക്കി കഴിഞ്ഞാൽ ഈ കാണിക്കുന്നത് നമ്മൾ മിസ്റ്റേക്ക് ആണ് കാണിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ ജസ്റ്റ് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടാണ് നമ്മളെ ഫേസിൽ കൊടുക്കേണ്ടത്. ഒരിക്കലും അത് നമ്മളെ സ്കിന്നിലോട്ട് പെനിട്രേറ്റഡ് ആവുന്ന പോലെ ഓവർ മസാജിങ് കൊടുക്കാതിരിക്കാം. അപ്പം അതാണ് ഈ ഒരു ഫേസ് വാഷും ഈ ഒരു ടോണറും പിന്നെ ഈ പറഞ്ഞ സീറം ആൻഡ് ഈ പറഞ്ഞ ഈ ഒരു ക്രീമും. ഈ ഒരു ക്രീമിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറയാൻ മറന്നുപോയി. അതായത് ഈ ക്രീം നമുക്ക് സൺ ടാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും, ഓവർ വെളുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനോട് ഞാൻ അഗ്രി ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ നെക്കിലായാലും നമ്മുടെ ഫേസിലായാലും നെക്കിലായാലും നമ്മൾ ചില ആളുകൾക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവും. കാരണം ഈ ഒരു ഏരിയ വരെയാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് സൺലൈറ്റിലോട്ട്. അപ്പൊ ബേസിക്കലി ആ ഒരു ഏരിയയിൽ നമുക്ക് ടാൻ അടിക്കും, അതായത് കരുവാളിക്കും. അപ്പോൾ ആ ഒരു കരുവാളിപ്പ് പോകാനും സൺ ടാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനും എന്തുകൊണ്ടും റെക്കമെൻഡഡ് ആണ്. അതുപോലെ നമ്മളെ കയ്യിലായാലും ഈ ഒരു ഏരിയയിൽ ഒരു കളറും പിന്നെ ഈ ഡ്രസ്സുള്ള ഏരിയയിൽ ഒരു കളറും ആയിരിക്കും. ഇതിന്റെ മെയിൻ റീസൺ സൺ എക്സ്പോഷർ ആണ്. അപ്പോൾ ആ ഒരു സൺ എക്സ്പോസ് ചെയ്യുന്ന ആ ഒരു പ്ലേസിലെ ഡാർക്ക്നെസ് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം നിങ്ങൾക്ക് എന്തുകൊണ്ടും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്രീം നമ്മൾ ഓവറായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. ഇതേപോലെ വൈറ്റിഷ് കളറാണ്. ഇത് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് റബ്ബ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഒരു 2 ഫിംഗർ ക്രീം, അത് കുട്ടി എമൗണ്ട്, ഒരു ചെറിയ എമൗണ്ട് മാത്രം അപ്ലൈ ചെയ്താലും നമുക്കിതൊരു 2 മന്ത് വരെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ധാരണ ആർക്കും വേണ്ട. ഇപ്പൊ സിൻസിയർ ആയിട്ടുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് നമുക്കൊരു 3 മന്ത്സ് വരെ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ടോണർ നമുക്ക് മോർ ദാൻ 3 മന്ത് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് നമ്മൾ 2 to 3 ഡ്രോപ്സ് അല്ലെങ്കിൽ 6 ഡ്രോപ്സ് മാക്സിമം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു പ്രോഡക്റ്റ് 3+ മന്ത് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ സീറം ആയാലും നമ്മൾ ആകെ ഒരു 4 ഡ്രോപ്സേ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഓവറായി നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുക, കാരണം സ്കിന്ന് പീൽ ഓഫ് ആവും. അപ്പോൾ ഈ ഒരു ഇതും നമുക്ക് 3 മന്ത് വരെ യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു 2 മന്ത് വരെ. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നഷ്ടം വരില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നോ അല്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ക്രീമൊക്കെ കണ്ടാൽ അറിയാം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. കണ്ടോ, ഇത്രയും ക്വാണ്ടിറ്റി ആയി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ട്രസ്റ്റ് വർത്തി ആണോ എന്ന് ചോദിച്ചാൽ ഹൈ ബ്രാൻഡാണെന്ന് കരുതി മേടിക്കാതിരിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്. ഒരിക്കലും ഇത് നിങ്ങൾക്ക് ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ തീരുന്ന പ്രോഡക്ട്സ് അല്ല. നിങ്ങൾക്ക് ഒരു 3 മന്ത് 2 മന്ത് വരെ നിങ്ങൾക്ക് എന്തായാലും കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അത് നല്ല പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി വൈസും ക്വാണ്ടിറ്റി വൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന പ്രോഡക്റ്റ് ആണെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. വേറൊരു വീഡിയോ ഇതുപോലുള്ള സ്കിൻ കെയർ വീഡിയോ വരുന്നവരേക്കും ബൈ.